ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കോളേജിലാണ്. സോ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ കോളേജിൽ വന്നതാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഐ ലവ് പ്രൊവിഡൻസ്. ഞങ്ങൾ കോളേജിലുള്ള ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഐ ലവ് പ്രൊവിഡൻസ് ഒക്കെ ഇപ്പോൾ വന്നത് പുതിയ സാധനം. ഐ ലൈക്ക് ദ ലൈറ്റ്. എല്ലാവരും ഞങ്ങൾ 4 പേരേ ഉള്ളൂ, ബാക്കിയുള്ള ആരുമില്ല. സോ ബാക്കി ഞങ്ങളെ പണ്ടത്തെ സ്ഥലങ്ങൾ, കോളേജിൻ്റെ ഭാഗങ്ങൾ, ഞങ്ങളെ ക്ലാസ്, ഞങ്ങൾ 3rd ഇയറിലിരുന്ന ക്ലാസ്സൊന്നും ഇപ്പം അവിടെ കാണാനില്ല. കാരണം അതൊക്കെ പൊളിച്ചു വേറെ പലതും ആക്കി. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ചെന്നൈയിൽ ഇത്തിരി കാലം നിന്റെ തമിഴ് അറിയില്ല. എന്നെ ചൊല്ലണോ? ഓ എന്നോട് ചോദിക്കും എന്തൊക്കെയാ എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. എല്ലാം സുഖമായിരിക്കും. ഞങ്ങൾക്ക് സ്മരിക്കാൻ ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല ഗൈസ്. ഞങ്ങൾ 3rd ഇയർ ക്ലാസ്സൊക്കെ പൊളിച്ച് ഇവിടെ പുതിയ ബിൽഡിംഗ് ആക്കി. വളരെ ഇമോഷണൽ ആയിട്ട് കൃപ കരേ, കൃപ ഇവിടെ ബിൽഡിംഗ് ക്ലാസ് പോയി. കൃപ കരേ, വൃന്ദാവനെ പൊട്ടി പൊട്ടി കരയുന്നു. ഇത് നമ്മുടെ ക്ലാസ് റൂമിന്റെ ബാക്ക്, ഇത് നമ്മളെ ടോയ്ലറ്റ്. അയ്യോ, അപ്പൊ ടോയ്ലറ്റ് എവിടെ? നിന്റെ ടോയ്ലറ്റ് പോയി. സോ ഞങ്ങളുടെ ബിൽഡിംഗ് എവിടെയായിരുന്നു? ഞങ്ങളുടെ ബിൽഡിംഗ് ഈ ഏരിയയിലല്ല, ഇതല്ലായിരുന്നോ? ആണ്, ഇവിടെ ഇരുന്ന് ക്യാൻറ്റീന്. മുകളിലായിരുന്നു നമ്മുടെ മുന്നത്തെ ക്ലാസ് 3rd ഇയർ. ഇവിടെ എന്തായിരുന്നു? ക്യാൻറ്റീൻ അല്ലായിരുന്നോ? ക്യാൻറ്റീൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി? ഇതൊക്കെ മൾട്ടി ഫങ്ഷണൽ നോളജ് സെന്റർ. സരിത ഇത് പൂട്ട് പൊളിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഇനി ക്യാമറയിൽ കണ്ടിട്ട് ഞങ്ങളെ പിടിച്ചു കൊണ്ടു. ഓക്കെ ഗൈസ്, സെറ്റല്ലേ? റെഡിയില്ല, പഴയ ടൈപ്പ് മാറ്റം മൊത്തം മാറി. പക്ഷെ നമ്മുടെ മനസ്സുകൾ മാറിയിട്ടില്ല. ഇല്ലല്ലോ. ണ്ടല്ലേ, ഇതിൽ വലിയ മാറ്റം വന്നില്ലല്ലോ. പക്ഷെ ഇതിന്റെ താഴെ ലൈബ്രറി, ഇതിന്റെ മുകളില് ഇവിടെ ഇപ്പൊ കഫേ അല്ലേ? പ്രോഡൻസ് കഫേ വെളിച്ചുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഈ വീണ ഞങ്ങള് അതൊന്ന് വീണിരുന്നെങ്കിൽ എനിക്ക് നല്ല വ്യൂ കിട്ടിയാല്. നല്ലൊരു ഷോട്ടായ കൃപ. ഒന്ന് സ്പീഡിലാടുവോ? സ്പീഡില് കൃപ. ഇത് പൊട്ടാനുള്ള വെള്ള വഴിയുണ്ടോ?
വൃന്ദാവനം പോകുന്നു ഗൈസ്. Bye. Busy girl in our gang. യെസ്. Busy girl in our gang. She's a gangster in Chennai, so. അവൾക്ക് ഫുള്ള് ചെന്നൈയിലാണ് കളികൾ. കേരളത്തിൽ കോഴിക്കോട് വന്നിട്ട് ഒന്നും കളിക്കാനില്ല. അതെ. ചെന്നൈയിൽ സ്വന്തമായ ഒരു ഫ്ലാറ്റ് ഉണ്ട്. ശരി, ഈ ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ നിൽക്കില്ല. ഷെയർ ഉണ്ട്, ഷെയർ ഹോൾസ് ഉണ്ട്. ചെന്നൈ തന്നെ ഒരു പകുതിയോളം വൃന്ദാവന്റെ മേലാണുള്ളത്. കണ്ടില്ലേ വൃന്ദാവനം ഗാർഡൻ. അത് വൃന്ദാവനക്ക് സ്വന്തമായിട്ട് ബാങ്ക് കണ്ടാലൊരു ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. കൂട്ടത്തിലെ റിച്ച് പേഴ്സൺ ആണ് വൃന്ദാവന. പോയിക്കോ. ബൈ. എടി വെണ്ണീല ചന്ദ്രൻ ഒരിടക്ക ബാക്കിയുടെ പോയി. ഞാനല്ല ഇവളാ പാടിയത്. Yes. Guys, come here. ബാക്കി എനിക്കറിയില്ല, അത് പാടുന്നൊക്കെ അറിയാന്നുള്ള. ഗൈസ്, പ്രോവിഡൻസിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സ്റ്റോൺ ബെഞ്ച്. ഇവിടെ എന്തായിരുന്നു, ഇതാണ് ഓപ്പൺ സ്റ്റേജ്. യെസ്, ഞങ്ങൾ സ്ഥിരം സ്പോട്ടായിരുന്നു. അത് ഞങ്ങൾ പഴയ ക്ലാസ് അവിടെ നേരെ വന്നിട്ട് ഈ സ്റ്റോൺ ബെഞ്ചിലിരിക്കും. ഞാനും കൃപയും കൂടി മാറി ഇരുന്നിട്ട് പലരുടെയും കുറ്റം പറയും. ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാനും കൃപയും കൂടി വരും. എന്നിട്ട് ഞങ്ങൾ അവിടെ ഈ കുട്ടിയുടെ കുറ്റം. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ഇയറിലെ ഒരു മെയിൻ ഇരയായിരുന്നു ഗൈസ്. ഇതൊക്കെ എന്താ പറയേണ്ടത്? ഹരിതനെ പറ്റി ഞങ്ങൾ എന്താ കുറ്റം പറഞ്ഞതാണോ? ഇങ്ങോട്ട് ഹരിത, ഞാൻ പറഞ്ഞുതരാം. ഈ തണ്ടി പറഞ്ഞിട്ടാണല്ലോ ഞാൻ എസ് വരെ പറഞ്ഞത്. എന്നിട്ട് ഈ തണ്ടി എല്ലാം കൊണ്ട് കുറ്റം പറയാം. അല്ല, ആക്ച്വലി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ കോളേജിലേക്ക് വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു, ബട്ട് എല്ലാവരും ഒന്നും ഇല്ലായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് മാത്രം. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആരുമില്ല. അതൊരു സുഖമാണ്. ബിക്കോസ് സൺഡേ ആണ്, അതുകൊണ്ട് ആരുമില്ല. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് പോയിരിക്കാം, പോയി കളിക്കാം. ഭയങ്കര സന്തോഷം. ഞാൻ കോളേജിലേക്ക് ഫസ്റ്റിൽ എൻ്റെ വണ്ടി കൊണ്ട് വന്നിട്ട് ഈ വണ്ടി ഞാൻ ആദ്യമായിട്ട് എൻ്റെ കോളേജിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ ആ ഭാഗത്തായിട്ടാണ് ഈ വണ്ടി വെച്ചിരുന്നത്. ആദ്യമായിട്ട് ഈ വണ്ടി വാങ്ങി കോളേജിൽ കൊണ്ടുവന്നു. ഫസ്റ്റ് എൻ്റെ പുതിയ വണ്ടിയിൽ വന്നു. പ്രൊവിഡൻസ് വുമൻസ് കോളേജ്. കുപ്പി എടുക്കാൻ വന്ന ഗൈസ്, ഭയങ്കര ദാഹം. ആൻഡ് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം ഫ്ലാഷ് മോബൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചത്. അതും ഒരു നല്ല ഓർമ്മയാണ് ആക്ച്വലി. ആൻഡ് ആ ഒരു ഏരിയ എവറിത്തിങ് ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ പോവാനേ തോന്നില്ല.
കാരണം ഫ്രണ്ട്സും ഉണ്ട്. പണ്ടത്തെ ഒരു കോളേജിൻ്റെ ഹായ് പൂമ്പാറ്റാസ്, പണ്ടത്തെ കോളേജും ഫ്രണ്ട്സും എല്ലാം കൂടി ആവുന്ന സമയത്ത് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാൻ തോന്നും. ഞാൻ അതിൽ കൂടെ ഇത് കൂടെ ഇല്ല. ഹായ് പൂമ്പാറ്റ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട സ്റ്റോൺ ബെഞ്ചാണ് അത്. ഇത് നല്ല രസമായിരുന്നു ഇവിടെ വന്നിരിക്കാൻ. പക്ഷേ ഇത് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പം ഇതില്ല, പിന്നെ വന്നതാണ്. പിന്നെ അതിൻ്റെ അവിടെയായിരുന്നു ഹിന്ദി ക്ലാസ്. പ്രൊവിഡൻസ് മെൻസ് കോളേജ് ബസ്സൊന്നും അന്നുണ്ടായിരുന്നില്ല. ഇതില് വെക്കണോ? രസമില്ലേ? യെസ്. വെളിച്ചത്തില് വെക്കും. ഹരിതയ്ക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്. ഇതിൻ്റെ യുണീക്ക് നെക്സ് അല്ലേ? യുണീക്ക് നെക്സ്. അതിൻ്റെ ഒരു റീല് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന് ഇപ്പോൾ ഹരിത 2 മാല കൊണ്ടുവന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകണം ഗൈസ്. ഞങ്ങളെ ഫസ്റ്റത്തെ ക്ലാസ്, നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസ്സിലല്ലേ ഇരുന്നേ? ഞങ്ങളെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലും ക്ലാസ് ആയിരുന്നു ഇത്. പക്ഷെ ഇപ്പം ഇത് കമ്പ്യൂട്ടർ ലാബാണ്. പണ്ട് മാത്സിൻ്റെ ക്ലാസ് അതും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ക്ലാസ് ഇതും. അല്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ക്ലാസ് ബങ്ക് ചെയ്തിട്ട് അപ്പുറത്ത് പോയി ഞങ്ങൾ 3 പേരും കൂടി അപ്പുറത്ത് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ നോക്കുക. മാം അറിഞ്ഞപ്പോ ഞങ്ങൾ 3 വഴിക്ക് പോയിട്ട് ചർച്ച് പോയിരുന്നു. പ്രാർത്ഥിച്ച് തിരിച്ചു പുറത്തേക്ക് ഇറങ്ങാൻ അന്ന് പറ്റൂലായിരുന്നു. ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഈ ചുറ്റുപാടിൽ തന്നെ ഉണ്ടാവും. ക്ലാസ് കട്ട് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലാസ് കട്ട് ചെയ്തു. ഞാൻ എന്റെ +2 പഠിച്ച ഫ്രണ്ട് റിഫ വന്നിരുന്നു. അപ്പൊ അവളെ കാണാൻ പോയ സമയത്ത് മാം ക്ലാസ് കയറി. പിന്നെ സ്റ്റാറ്റിന്റെ ക്ലാസ് എടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ലായിരുന്നു, ഒട്ടുമില്ലായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഞങ്ങള് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ക്ലാസ്. പിന്നെ മെയിൻ ആയിട്ടുള്ള ഭാഗം ഇത്. ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് ഇരിക്കുന്ന സ്ഥലം അല്ലേ? എപ്പോഴും ഞങ്ങൾ ഇവിടെ ഇരിക്കാറ്. ഇവിടെ ഇരുന്ന് കഥ പറയും, പഠിക്കും, ഫുഡ് കഴിക്കും. അതെ, എല്ലാം ഇവിടെ നിന്നിരുന്ന് ഇവിടെ ഇങ്ങനെ ആൾക്കാർ പോകുന്നത് ഇങ്ങനെ കാണാം. അങ്ങനെയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ക്ലാസ്. തേർഡ് ഇയർ ക്ലാസ് ഞങ്ങൾക്ക് കാണിക്കാൻ പോലില്ല ഗൈസ്. അതിനെ പൊളിച്ചു മാറ്റി. കൊള്ളാം. ഇനി വേറെ സ്ഥലം കാണിച്ചാൽ ഇവിടുന്നാണ് ഞങ്ങൾ ആദ്യമായിട്ടല്ല തമ്മിൽ കാണിച്ചു കൊടുക്കും. ആ ഫോട്ടോ ഞാൻ എക്സാം ഹാൾ, നമ്മുടെ പണ്ടത്തെ എക്സാം ഹാളായിരുന്നു. കംപ്ലീറ്റ് ആയിട്ട് മാറി, എല്ലാം മാറി. കൊള്ളാം.
ഏതാണ് ഈ കുരങ്ങൻ? ഞങ്ങൾക്ക് പുതിയൊരു കുരങ്ങനെ പ്രോഡൻസ് കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മെയിൻ ഫോട്ടോഗ്രാഫർ. എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇങ്ങനെ ഈ ബെഞ്ചിലിരുന്ന് കോളേജിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കോളേജിലേക്ക് വന്നത് എനിക്ക് ഓർമ്മ വരുന്നത്. 3 വർഷം ഭയങ്കര പെട്ടെന്ന് കടന്നുപോയി. ആൻഡ് നൗ ഇയേഴ്സ് ലേറ്റർ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ മിസ് ഇറ്റ് ആൻഡ് ഫീൽ എ ലിറ്റിൽ സാഡ്. ആൻഡ് ഫോർ എ ഫ്യൂ മൊമെൻറ്റ്സ് ഐ ഗോട്ട് ലോസ്റ്റ് ഇൻ മൈ ഓൾഡ് കോളേജ് മെമ്മറീസ്. നൊസ്റ്റാൾജി ആയിട്ടുള്ള പ്രോഡക്ട്സിലെ കണ്ടത്. വാം വാട്ടർ, ഹോട്ട് വാട്ടർ. ഇതൊക്കെ പുതിയതല്ലേ? ഈ ബാത്റൂം അതുണ്ടടി ഇവിടെ ലോക്ക് ചെയ്തിട്ടിട്ട് പിന്നെ വന്നല്ലേ. ഇതാണ് പുതിയ ബാത്റൂം. ബാത്റൂം അല്ല, ഇവിടെ എന്താ ഫുൾ നിനക്ക് അതെന്താ ഫുൾ ലിപ്സ്റ്റിക്കോ? നോ ഐഡിയ. ഗൈസ് ഞങ്ങളുടെ ബാത്റൂം കാണാനില്ല. ഇത് ഞങ്ങൾ വരുന്ന വേറൊരു സ്ഥലം അല്ലേ? ഇത് കൂടെ അല്ലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം. ഇതിലൂടെ നമ്മൾ വന്നിട്ട് ഇവിടെയായിരുന്നു ആക്ച്വലി നമ്മളെ ബാത്റൂം. പക്ഷെ ഇത് മാറിയിട്ടില്ല. ശരിയാ.
ചെയ്യാണ്ട് പെട്ടെന്ന് വന്ന് എനിക്കൊരു ഭംഗിയുണ്ടായിരുന്നു ഇവിടെ. അവിടെ എന്തോ കാട് പിടിച്ചാലും ഇത് വന്നിട്ടുണ്ടടാ. എന്താ അതവിടെ പന്നി അങ്ങനെ എന്തൊക്കെയോ വളർത്തുന്ന സ്ഥലം ഇരുന്നു. അവിടെ പോയതാ. അവിടെ പോകാൻ പറ്റാറില്ല. ചർച്ച കൂട്ടിയതാ. ഹരിതേൻ്റെ നൊസ്റ്റു പ്ലേസ് ആണ് ഇത്. ഹരിത ഇവിടെ ഹോസ്റ്റലിലായിരുന്നു നിന്നത്. 3 years അവളുടെ സ്വന്തം യെസ്, 3 വർഷമല്ലേ ഹരിത? ഹരിത ഇവിടുത്തെ ഹോസ്റ്റലായിരുന്നു. സിസ്റ്റർ ഓടിച്ചിട്ട് ഇയാൾ പോയി. വിസ്മയ മാത്രം ബാവിന്റെ മേല. അയ്യോ പൊക്ക ഹരിത നിന്റെ ലോകത്തേക്ക്. ഹരിത നോക്ക്. കരച്ചിലുണ്ടോ? കണ്ണിന് വെള്ളം വരുന്നുണ്ട്. ഈ ബെഞ്ചൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ. ഉണ്ട്. നമുക്ക് എനിക്കും കൃപയ്ക്കും ഹോസ്റ്റലിലേക്ക് വന്ന അത്ര പരിചയമില്ലല്ലേ. ഒരു ദിവസമല്ലേ നീ ഇവിടെ നിന്നിട്ടുള്ളൂ? ഞാൻ ഒറ്റ ദിവസം എന്റെ റൂമില് ടൂറ്. ഇത് ഫസ്റ്റ് ഇയർ, അതുകൊണ്ട് സെക്കൻഡ് തേർഡ്. ഒരു കഴിക്കുന്ന ഇടവ് നോക്കിയ സംബന്ധം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലമാണ് അല്ലേ കൃപ? എനിക്കൊരു ബന്ധമുണ്ട്. കൃപയ്ക്ക് ഒരു ബന്ധം, ഒരു ദിവസത്തെ ബന്ധമുണ്ട്. ടൂർ പോകാൻ വേണ്ടി മാത്രം കൃപ ഒരു ദിവസം ഈ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. എനിക്ക് ഈ ഹോസ്റ്റലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ ഈ ഹോസ്റ്റലിലേക്ക് ഇതുവരെ വന്നിട്ടുമില്ല. അത് വെള്ളമൊന്നുമില്ല, എന്തോ കല്ല് നമുക്കിട്ടാണ്. ദിസ് ഇസ് നോട്ട് ഫോർ ഇറ്റ്. ഇത് ഒരെണ്ണം മറ്റേതല്ലേ നീണ്ടിട്ടുള്ളത്? ഇത് ആട്ടുകല്ല്. ഇത് ആട്ടുകല്ലല്ല, പക്ഷെ ഇങ്ങനത്തെ ഷേപ്പിലുള്ളത് ആട്ടുകല്ല്. എടീ ഇവിടെ പോകുന്നുണ്ട്. നമുക്കറിയില്ല പിടിച്ചാൽ പ്രശ്നമാവോ എന്തോന്നും. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിനുള്ള കയറുന്നത്. ഞാൻ ഹരിത ഹോസ്റ്റലിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. എന്താവും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. ഏതെങ്കിലും സിസ്റ്റർ വന്ന് പിടിച്ചാൽ നമ്മളതിൻ്റെ ഉള്ളിലും കയറി റൂമിലും കയറി. യാ നഷ്ടു കഴിഞ്ഞോ? നിരഞ്ജനന്റെ വ്ളോഗില് അഞ്ജലിന്റെ വ്ളോഗാ കാണാറുണ്ട്. നോക്കെ എന്റെ 2%. ഗൈസ് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ കോളേജിൽ നിന്ന് എല്ലാ സൺഡേയും ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നിർത്തിയില്ലല്ലോ. ഐ ലവ് പ്രോവിഡൻസ്. സങ്കടമുണ്ടോ കൃപ? സത്യമായിട്ടുണ്ട്, നല്ലോണമുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതെ. ഇനിയിപ്പോൾ എന്നാ ഇങ്ങനെ
ഞങ്ങളൊക്കെ ഇവിടെ തന്നെ, പക്ഷെ നടക്കൂലെന്നുള്ളൂ അല്ലേ. കോഴി We are signing off guys. Bye.